ഇതിൻ്റെ സിലബസ് വളരെ വാസ്റ്റാണ് എന്നുള്ളതും ഈ പരീക്ഷ വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളതാക്കി മാറ്റുന്നില്ലേ? തീർച്ചയായിട്ടും ആച്ചാ. കാരണം ഒരു ഡിഫൈൻഡ് സിലബസ് UPSC തരുന്നുണ്ട്. പക്ഷെ അതേസമയം അത് വളരെ അബ്സ്ട്രാക്റ്റാണ്. അതിൽ നിന്ന് പിന്നെയും നമ്മൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ UPSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ ചോദിച്ചത് PYQവിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഓൾമോസ്റ്റ് എവറി ടോപ്പിക് ഈവൻ ദ ബേസിക്സ് ആർ കവേർഡ് വെൽ. സോ നമ്മൾ പഠിക്കാത്ത വിഷയങ്ങൾ വളരെ കുറവായിരിക്കും. ആ സിലബസിൻ്റെ വാസ്റ്റ്നെസ് ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ദാറ്റ് മേക്സ് ദ എക്സാം വെരി ഡിഫിക്കൽട്ട്. എത്ര സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം? പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും അറിഞ്ഞിരിക്കണമെന്നൊക്കെയാണ്. എങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഉണ്ടാകുമല്ലോ, അതെന്തുമാത്രമാണെന്നാണ് ചോദിച്ചത്. UPSC പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്നാണ് ഫസ്റ്റ് പേപ്പറിന് പറയുന്നത്. അതിൽ കറണ്ട് അഫെയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൂടാതെ പോളിറ്റി, ഇക്കോണമി, ഹിസ്റ്ററി തന്നെ ഏൻഷ്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, കൂടാതെ എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ പൊതുവിൽ ഈ മെയിൻ ഡിസിപ്ലിൻസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാവിധ വിഷയങ്ങളും UPSCക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ അതേസമയം സൂര്യന് കീഴിലുള്ള എല്ലാം എന്ന് പറയുന്ന അത്രയും വൈഡ് ആയിരിക്കില്ല സിലബസ്. ഈ 2-3 വർഷങ്ങളിൽ കറണ്ട് അഫെയേഴ്സിലുള്ളത് പത്രങ്ങളിൽ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊരു കൂടുതൽ ഊന്നൽ UPSC കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ GSന് നമ്മൾ മെയിൻസിലേക്ക് പോകുമ്പോൾ 4 ജനറൽ സബ്ജക്റ്റ് പേപ്പറുകളുണ്ട്. ഇതിന് ഡിഫൈൻഡ് സിലബസ് ഉണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് UPSC കൊടുത്തിട്ടുണ്ട്. GS 1 പേപ്പർ മോസ്റ്റ്ലി ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ജോഗ്രഫി. GS 2 എന്ന് പറയുമ്പം പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ലോ, ഗവേണൻസ്. GS 3ൽ ഇക്കോണമി, അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. GS 4 എത്തിക്സ് ആണ്. അതുകൂടാതെ നമ്മൾ പഠിക്കുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ 2 പേപ്പറുകൾ കൂടിയുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ള സിലബസ് ആണ്, വളരെ ഡീറ്റെയിൽഡ് ആണ്. ഈ സിലബസ് നമ്മൾ കവർ ചെയ്യണം. ഇത് കൂടാതെ പ്രിലിംസിന് ജനറൽ സ്റ്റഡീസിനോടൊപ്പം CSAT, അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. നമ്മുടെ കോംപ്രിഹെൻഷന്, റീഡിംഗ് സ്കിൽസ്, ബേസിക് ന്യൂമറസി സ്കിൽസ് ഇവ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ സിലബസ് ഈസ് വെരി വൈഡ്. നമ്മൾ ആസ്പിറൻസ് ആവുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് UPSCയുടെ വെബ്സൈറ്റിലേക്ക് പോയാൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കാണാവുന്നതാണ്. മെയിൻസിനും പ്രിലിംസിനും ഇൻ്റർവ്യൂവിനും UPSC അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. അത് ഫെമിലറൈസ് ചെയ്യാം നമുക്ക്.